പുരോഗമന ചിന്ത, പ്രത്യേകിച്ചും അത് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. കാരണം അന്ന് അവിടെ പഠിപ്പിച്ചിരുന്ന പല അധ്യാപകരും ആ ചിന്തയിലായിരുന്നു പെൺകുട്ടികളെ വാർത്തെടുത്തിരുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ആ പ്രായത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഏത് സമയത്തും നീ പെണ്ണാണ്, നീ പെണ്ണാണ്, നീ അടങ്ങിയിരിക്കണം എന്നുള്ള ആ ഒരു വാക്ക് കേട്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വളർന്നത്. ആരുടെയും പ്രസംഗത്തിലും നമ്മൾ കേട്ടിരുന്നത് തന്നെയായിരുന്നു. പക്ഷേ ഈ ഇസ്ലാഹിയയിലെത്തിയപ്പോൾ ഇവിടെയുള്ള അധ്യാപകരുമായിട്ട് നമ്മൾ അങ്ങനെ അധ്യാപകരുമായി ഇടപഴകി ജീവിച്ചപ്പം അവർ നമ്മെ കൈപ്പിടിച്ചുയർത്തിക്കൊണ്ടുവരികയായിരുന്നു. ആ ഔന്നത്യബോധം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ആത്മാഭിമാനത്തോടുകൂടി ഉയർന്നു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ ഇസ്ലാഹിയയിൽ നിന്ന് കിട്ടിയ വലിയൊരു ഊർജമായിട്ട് ഞാൻ പറയുകയാണ്. നേരത്തെ മുജീബ് സാഹിബ് ഇവിടെ പറഞ്ഞ പോലെ നമ്മളുടെ പെണ്ണുങ്ങൾക്കിടയിൽ ഒരു മറയുണ്ടായിരുന്നല്ലോ. ഇസ്ലാഹിയയിൽ പക്ഷേ ഞങ്ങളത് അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഗൾഫിൽ ഒരു കുടുംബ ജീവിതവുമായി താമസിക്കുമ്പോൾ അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം കയറി ചെന്നപ്പോൾ അവിടെ വലിയൊരു മറ. സത്യത്തിൽ അത് കണ്ടപ്പോൾ വലിയ പ്രയാസം തോന്നി. പിന്നീട് പെട്ടെന്ന് നമ്മൾക്കതൊന്നും എടുത്തു കളയാൻ പറ്റൂല. പക്ഷേ പിന്നീട് എന്തുകൊണ്ടറിയില്ല, ഞാൻ തന്നെ മുഖ്യപ്രതിയായി നിന്നുകൊണ്ട് ആ മറയെടുത്ത് കളയാൻ എന്നെ സഹായിച്ചത് അന്ന് KC അബ്ദുള്ള മൗലവി പ്രസംഗിക്കുന്ന ഒരു സദസ്സും അതിലൂടെ പെണ്ണുങ്ങൾ കൂടെ സദസ്സിലിരിക്കുന്നതുമായ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത ഇത് നമ്മുടെ നേതൃത്വം ചെയ്യുന്നതാണ്. പിന്നെ അവിടെ കേരളത്തിലൊന്നുമില്ലാത്ത ഒരു മറ എന്തിന്? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളായി അവസാനം മർഹൂം സിദ്ദീഖ് ഹസൻ സാഹിബ് അവിടെ വന്നപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ സംസാരത്തിൽ ചോദിച്ചു, ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഞങ്ങൾ എടുത്തിട്ടത് ഈ വിഷയമാണ്. അന്ന് തന്നെ പുരുഷന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആ മറയെടുത്ത് ഇവിടുന്ന് ഒഴിവാക്കണം. അന്ന് തന്നെ അതെടുത്ത് കച്ചറയിൽ കൊണ്ടുപോയില്ല. ശരിക്കും അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ആ ശക്തി കിട്ടിയത് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാഹിയിൽ നിന്ന്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പാട്ട് പാടാൻ പാടുണ്ടോ, മ്യൂസിക് കേൾക്കാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു അത്രയും മതമൗലികവാദം വരിഞ്ഞു മുറിക്കുക ഒരു കാലത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വീട്ടിലാണോ അബ്ദുൽ സാഹിബിൻ്റെ വീട്ടിലാണോ അറിയില്ല, അവരുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി അന്ന് ഞാനും എന്നോടൊപ്പം 2 മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളും കൂടി മ്യൂസിക് വെച്ച് ഇവർ ഞങ്ങളെ കൊണ്ട് പാട്ട് പാടിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ പാടിയ ആ പാട്ട് ഇന്ന് ഇസില ആ പാട്ട് ആദ്യമായിട്ട് ആ സ്ത്രീപക്ഷ ഗാനം മ്യൂസിക് വെച്ച് അത് കാസറ്റുകളിലാക്കിയിട്ട് അന്ന് വിതരണം നടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ, ഈ ഇസ്ലാഹിയിൽ നിന്നുള്ള ആ അനുഭവങ്ങൾ പ്രസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നിൽ നടക്കാനും കൈയുയർത്തിപ്പിടിച്ച് ചോദ്യം ചെയ്യാനും പറയാനുമുള്ള അഭിമാനബോധം പെൺകുട്ടികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബലാത്സംഗങ്ങൾ കുറയ്ക്കാൻ മിശ്ര വിദ്യാഭ്യാസം നിരോധിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എല്ലാ വിവാഹേതര ലൈംഗിക ബന്ധങ്ങളും നിയമവിരുദ്ധമായി കണ്ട് കടുത്ത ശിക്ഷ നൽകണമെന്നും ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആവശ്യപ്പെടുന്നു. ബലാത്സംഗങ്ങൾ കുറയ്ക്കുന്നതിനായി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി വിദ്യാഭ്യാസം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിൽ ആവശ്യപ്പെടുന്നത്. പെൺകുട്ടികൾക്ക് മാത്രമായി പ്രത്യേക വിദ്യാഭ്യാസ സൌകര്യം ഒരുക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. സ്ത്രീകൾക്കായി പ്രത്യേക യാത്രാ സൌകര്യങ്ങൾ ഒരുക്കണമെന്നും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആവശ്യപ്പെടുന്നു. വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ എല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ഇത്തരക്കാർക്ക് കനത്ത ശിക്ഷ നൽകണമെന്നും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് നൽകിയ നിർദ്ദേശത്തിലുണ്ട്. കുറ്റം ചെയ്യുന്നവർക്ക് പരസ്യമായി ശിക്ഷ നൽകണമെന്നും എങ്കിലേ സമൂഹത്തിന് മാതൃകയാകുമെന്നും സമിതിക്ക് നൽകിയ നിർദ്ദേശത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ചൂണ്ടിക്കാട്ടുന്നു. 11 നിർദ്ദേശങ്ങളാണ് ജസ്റ്റിസ് JS വർമ്മ അധ്യക്ഷനായ 3 അംഗ സമിതിക്ക് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ